മലയാള സിനിമയിൽ നിന്നും ആദ്യമായി ബോളിവുഡിൽ എത്തുകയും ബോളിവുഡിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത സൂപ്പർ സ്റ്റാറാണ് മമ്മൂട്ടി. മുമ്പ് മധുസാർ ബോളിവുഡ് ഹിന്ദി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സാത്ത് ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന ഒരു ചിത്രം. അത് ഒരു കമേഴ്ഷ്യൽ ചിത്രമൊന്നും അല്ലായിരുന്നു. പക്ഷേ മമ്മൂട്ടി ബോളിവുഡിൽ എത്തിയത് കമേഴ്ഷ്യൽ ചിത്രവുമായാണ്. ആ ചിത്രത്തിന്റെ പേര് ധർത്തിപുത്ര. ധർത്തിപുത്ര ബോളിവുഡിൽ തകർന്നടിഞ്ഞ് തരിപ്പണമായി മാറി. പക്ഷേ കേരളത്തിൽ ആ ചിത്രം വലിയ വിജയം നേടി. മമ്മൂട്ടിയുടെ ആദ്യ ഹിന്ദി ചിത്രം എന്ന ലേബലിൽ ആ ചിത്രത്തിന് വലിയൊരു വിജയമാണ് കേരളീയർ സമ്മാനിച്ചത്. അത് മമ്മൂട്ടിയോടുള്ള സ്നേഹം കൊണ്ടുണ്ടായ വിജയം, അല്ലാതെ ആ ചിത്രം ഒരു തട്ടുപൊളിപ്പൻ ചിത്രമായിരുന്നു. ബോളിവുഡിൽ സ്ഥിരം ഇറങ്ങുന്ന രീതിയിൽ ഇറങ്ങിയ ഒരു ചിത്രം. കുറേ സെക്സും കുറേ വയലൻസും ഒക്കെ അടങ്ങിയ ഒരു കമേഴ്ഷ്യൽ ചിത്രം. ആ ചിത്രത്തിന് ചില പിന്നാമ്പുറ കഥകളുണ്ട്. അക്കാലത്ത് ബോളിവുഡിൽ വലിയ ഹിറ്റായ സിനിമയാണ് ഭൂൽ ഓർ കാംഡെ. ആ കാംഡെയുടെ തിരക്കഥാകൃത്താണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത് തിരുവനന്തപുരത്ത്. കാരണം മമ്മൂട്ടിക്ക് അങ്ങോട്ട് പോകാനുള്ള സമയമില്ലായിരുന്നു. അന്ന് അദ്ദേഹം അത്രയും തിരക്കായിരുന്നു. ഇന്നും തിരക്ക് തന്നെ. അന്നും തിരക്ക്, ഇന്നും തിരക്ക്. പക്ഷേ ഈ ബോളിവുഡ് ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ, ഈ ധർത്തിപുത്രയിൽ അഭിനയിക്കുമ്പോൾ മമ്മൂട്ടിക്ക് കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു. സാധാരണ നടിമാരാണ് വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ മമ്മൂട്ടിക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. ആ ചിത്രത്തിൽ ഒരു ഗാനരംഗത്ത് നഗ്മയുടെ പൊക്കിൾച്ചുവിൽ നിന്ന് മുന്തിരിപ്പഴം മൊത്തിയെടുക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു. മമ്മൂട്ടി ആകെ മൊത്തം അസ്വസ്ഥനായ ഒരു രംഗം. കാരണം പൊതുവെ മമ്മൂട്ടി സ്ത്രീകളുമായി ഇഴുകിച്ചേർന്ന് അഭിനയിക്കില്ല. അത് മമ്മൂട്ടിയുടെ ഒരു രീതിയാണ്. പക്ഷെ ധർത്തിപുത്രിയിൽ എത്തിയപ്പോൾ നഗ്മയുമായി ഇഴുകിച്ചേർന്ന് അഭിനയിക്കേണ്ട ഗതികേട് മമ്മൂട്ടിക്ക് എത്തി. അത് ബോളിവുഡിന്റെ ശൈലിയായിരുന്നു. ആ ബോളിവുഡിന്റെ ശൈലിക്ക് അനുസൃതമായി തന്നെ മമ്മൂട്ടിക്ക് പ്രവർത്തിക്കേണ്ടിയും വന്നു. അങ്ങനെ മമ്മൂട്ടി നഗ്മയുടെ പൊക്കിൾച്ചുവിൽ നിന്നും മുന്തിരി മൊത്തിയെടുത്തു. കുറേ സന്ദർഭങ്ങളിൽ മമ്മൂട്ടിക്ക് ഇതുപോലെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ചങ്ങാത്തം എന്ന സിനിമ ഉദാഹരണം. ചങ്ങാത്തം എന്ന സിനിമയിൽ മാധവിയുടെ പൊക്കിളിൽ ചുംബിക്കുന്ന രംഗമാണ് മമ്മൂട്ടിക്ക് ചെയ്യേണ്ടി വന്നത്. അന്തിച്ചുവപ്പ് എന്ന ചിത്രം ഇപ്പോൾ യൂട്യൂബിൽ പോലും ലഭ്യമല്ല. കാരണം അത്ര നായികമാരുമായി ഇഴുകിച്ചേർന്ന് അഭിനയിച്ച ചിത്രമായിരുന്നു, മമ്മൂട്ടി അഭിനയിച്ച ചിത്രമായിരുന്നു അന്തിച്ചുവപ്പ്. മമ്മൂട്ടിക്ക് കോംപ്രസ് ചെയ്യേണ്ട ഒരുപാട് ഘടകങ്ങൾ സിനിമയിൽ ഉണ്ടായി. അതൊക്കെ കോംപ്രമൈസ് ചെയ്താണ് അദ്ദേഹം സൂപ്പർ സ്റ്റാറായി മാറിയത്. എങ്ങനെയൊക്കെ കോംപ്രമൈസ് ചെയ്താലും മമ്മൂട്ടിയുടേതായ ഒരു താരമൂല്യം കാത്തു സൂക്ഷിച്ചു. മമ്മൂട്ടിയുടേതായ ഒരു വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചു. പല നടിമാരുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിയുടെ പേരുകൾ ഒരു കാലത്ത് ഉയർന്നു കേട്ടു. അതിലൊന്ന് സുഹാസിനിയായിരുന്നു. സുഹാസിനിയും മമ്മൂട്ടി തമ്മിലുള്ള ബന്ധമൊക്കെ വലിയ ചർച്ചാ വിഷയമായി മാറി. അതിലൊന്നും ചെവി കൊടുക്കാതെ തന്റേതായ നിലപാട് തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് മമ്മൂട്ടി മുന്നേറി. പക്ഷേ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം വിട്ടുവീഴ്ച ചെയ്യേണ്ട ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഹിന്ദി ചിത്രം ധർത്തിപുത്ര, മറ്റൊന്ന് ചങ്ങാത്തം.